ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിന്നെൻ്റെ മീൻകുളത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിക്കുന്നത്. മഴ പെയ്ത് വെള്ളമൊക്കെ മുങ്ങിക്കിടക്കുമായിരുന്നു. രാവിലെ തന്നെ വള്ളത്തിലെ വെള്ളമൊക്കെ കളയാൻ പോവാണ്. ഞങ്ങൾക്കാണെങ്കിൽ എങ്ങോട്ടേലും പോകണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് വള്ളത്തിലെ വെള്ളം കളയുക എന്നുള്ളത് അതിലും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി വള്ളത്തിലെ വെള്ളം കളഞ്ഞിട്ട് കാണാം. ഇപ്പോൾ വള്ളത്തിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മീൻകുളം വരെ ഒന്ന് പോകണം. അപ്പം ഞാൻ ഇറങ്ങിയപ്പം കുഞ്ഞിനും വരണം. ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് വള്ളത്തിൽ കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ മീൻ തീറ്റയൊക്കെ കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. മീൻകുളമാണ്. മീൻ തീറ്റയിട്ട് കൊടുത്താലേ മീൻ വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. വെള്ളം കയറി ഇവിടെ എല്ലാം വെള്ളമാണ്. ഇപ്പം മീൻകുളത്തിന് ചുറ്റും നെറ്റ് വലിച്ചേക്കണം. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് മുൻകരുതൽ എന്ന നിലയിൽ ഞങ്ങൾ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, സേഫാണ്. ഏകദേശം 10 ഏക്കറോളം ഏരിയ കവർ ചെയ്തെന്നുണ്ട്. ഇപ്പം ഞട്ടർ, വാള അതൊക്കെയാണ് ഞങ്ങൾ വളർത്തുന്നത്. മീൻ പിടിക്കാറായി. അടുത്ത മാസം ഉടനെ മീനൊക്കെ പിടിക്കും. ഇപ്പം കുഴപ്പമൊന്നുമില്ല. മീനൊക്കെ ഓടി നടക്കുന്നതൊക്കെ വ്യക്തമായി കാണാവുന്നതെന്ന് അറിയത്തില്ല. മീൻ അങ്ങനൊന്നും പോത്തൊന്നുമില്ല. എല്ലാം നടുക്കായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ തീറ്റയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തീറ്റ ഇടുന്ന സ്പോട്ടിലൊക്കെ ആയിട്ട് നിൽക്കും. അതിൻ്റെ അരികുവശത്തൊന്നും അങ്ങനെ ഇടാത്തത് കൊണ്ട് ഈ വലയുടെ ഈ സൈഡിലോട്ടൊന്നും അങ്ങനെ വന്ന് നിൽക്കത്തില്ല. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലോട്ട് പോയി. അടുത്താണ് അമ്മായിയുടെയൊക്കെ വീട്. അവിടെ ചെന്നപ്പോൾ അമ്മായി പുളി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ പശു. മാമൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ.